ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു മുട്ട ബുർജിൻ്റെ റെസിപ്പിയാണ്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഒരു കടായി ചൂടായതിന് ശേഷം അതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലോട്ട് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതിനോടൊപ്പം ഒരു 3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതോടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം. അതിനുശേഷം ഇതിലോട്ട് 2 സബോളയാണ് ഞാൻ മീഡിയം സൈസ് എടുത്തത്. അതൊന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം ഒരു 1/2 ടീസ്പൂൺ ഉപ്പൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു 3 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെക്കാം. അതിനുശേഷം ഇത് തുറന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കൂടുതൽ സോഫ്റ്റ് ആവേണ്ട ആവശ്യമില്ല ഉള്ളി. ഇനി അതിലോട്ട് ഒരു മീഡിയം സൈസ് ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തതോടെ ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 4 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലോട്ട് ഒരു തണ്ട് കറിവേപ്പിലയൂടെ ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. കറിവേപ്പില വേണ്ടവർക്ക് ഇട്ട് കൊടുക്കാം, അല്ലാത്തവർ ഇത് സ്കിപ്പ് ചെയ്യാം. കറിവേപ്പില ഇട്ട് കൊടുത്താൽ ഒരു പ്രത്യേക ഒരു സ്മെല്ലാവും കിട്ടാം. ഇനി അതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് മസാലകൾ ചേർത്തി കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം പോണ വരക്കും ഇളക്കി കൊടുക്കാം. ഈ ടൈമിൽ ഇതിൽ ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർക്കാം. ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇതിൽ ഉപ്പിൻ്റെ കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. കുറച്ച് മല്ലിയിലയൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഈ ടൈമിൽ വേണം ഇതിലോട്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഞാൻ 4 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തു. ഇനി ഒരു 2 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് 2 മിനിറ്റ് ഇളക്കാതെ വെക്കാം. അതിനുശേഷം ഇത് നല്ലപോലെ ഒന്ന് എല്ലാം കൂട്ടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇത് കൂടുതൽ ഡ്രൈ ആവേണ്ട ആവശ്യമില്ല. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയിലയൂടെ ഇട്ട് കൊടുക്കാം. അതും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ മുട്ട ബുർജി ഇപ്പോൾ റെഡിയായി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മുട്ട ബുർജി ഇവിടെ റെഡിയായി കിട്ടി. ഇത് ചോറിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും കുട്ടികൾക്കൊക്കെ ഇത് സ്കൂൾക്കൊക്കെ കൊടുത്തയക്കാനൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കാം. ഇതുപോലെ എല്ലാവരും ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എന്നിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കണേ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക്